നമ്മൾ കൊടുക്കാത്ത ആ വ്യൂ വരെ അതിൻ്റെ അകത്ത് കയറി വന്നു. AI ഉപയോഗിച്ചിട്ട് അപ്പുറത്തോടെ ജനറേറ്റ് ചെയ്ത് വന്നു. ആണ് ഇതിന്റെ പ്രത്യേകത. ഇന്ന് നമുക്ക് ഒരു അടുക്കളയുടെ ഡിസൈൻ ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ അടുക്കളയുടെ ഡിസൈൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് നമ്മുടെ വീടിന്റെ സ്വന്തം വീടിനെ വേണമെങ്കിൽ ചെയ്യാം. കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും. നമ്മൾ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ജെമിനിയിൽ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അതിനുശേഷം നമുക്കിവിടെ ഇന്ത്യയിൽ സെലക്ട് ചെയ്തു. നമുക്ക് ഇവിടെ കണ്ടോ ലിവിംഗ് റൂം, ബെഡ്റൂം. ഇവിടെ കൊടുക്കേണ്ടത് കിച്ചൺ ആണ് കൊടുക്കേണ്ടത്. ഇവിടെ കിച്ചൺ കൊടുത്തു. ആ കിച്ചന്റെ അകത്ത് വ്യൂ പോയി കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നും വരുത്തണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇമ്പ്രൂവ്മെന്റ് മാത്രമാണെങ്കിൽ ഓക്കെ. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രക്ചറിലോ കാര്യങ്ങളോ ഒന്നും മാറ്റം വരുത്താതെ, ആ ജനലുകളോ ഒന്നും മാറ്റം വരുത്താത്ത രീതിയിൽ പിന്നെ നമുക്ക് പെർഫെക്റ്റോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് ഡിസൈൻ കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ക്രിയേറ്റീവ് ഡിസൈൻ കൊടുക്കുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ജനറേറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്താ വരുന്നത് നോക്കാം. നമുക്കിപ്പോൾ വന്നു നമുക്കൊന്ന് ഷോ ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് അപ്സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ HD യിലേക്ക് ആക്കണം. അപ്പോൾ HD യിലേക്ക് നമ്മൾ ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മുടെ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ റിനോവേഷനോ കാര്യങ്ങളോ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടൂളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കുണ്ടോ അത് അവിടെ ഫ്രിഡ്ജ് വെക്കുന്ന സ്ഥലം തന്നെ മാറ്റമൊന്നുമില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ഒരു രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഈ രീതിയിലേക്ക് എത്തണം. അതായത് നമ്മുടെ ഈ ഒരു അടുക്കളയെ നമുക്ക് അതിൻ്റെ അകത്ത് സ്ട്രക്ചറിലോ കാര്യങ്ങളോ ഒന്നും മാറ്റങ്ങൾ വരുത്താതെ ഈ രീതിയിലേക്ക് നമുക്ക് സ്റ്റൈലുകളോ കാര്യങ്ങളോ ഒന്നും മാറ്റാതെ ചെയ്യുന്നത് ആ വ്യത്യാസം കണ്ടു. ഇങ്ങനെ കിടക്കുന്ന അടുക്കളയെ നമുക്ക് ഈ ഒരു ലൈനിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എന്തോരത്തോളം വ്യത്യാസം ഉണ്ടാവും. ഈ രീതിയിലേക്ക് നമുക്ക് റെനോവേഷനും കാര്യങ്ങളും ചെയ്യാൻ നേരത്തെ നമുക്ക് ഒന്ന് ഇനിയിപ്പോൾ നമുക്ക് മൊത്തത്തിൽ മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പെർഫെക്റ്റ് ഇതിലേക്ക് പോകാം. എന്നിട്ട് നമുക്കിത് മൊത്തത്തിലൊന്ന് മാറ്റി നോക്കാം എങ്ങനെ വരുമെന്ന്. ഇപ്പൊ പെർഫെക്റ്റ് ആയിട്ട് വന്നപ്പോഴത്തേക്കുള്ള മാറ്റം കണ്ടു. ഷോ ചെയ്ത് നോക്കാം. അതായത് നമ്മുടെ നേരത്തെ നിലവിലുള്ള അടുക്കള ഇതായിരുന്നു. ആ പെർഫെക്റ്റ് ഡിസൈൻ ചെയ്തപ്പോഴത്തേക്കുണ്ടോ ടോട്ടൽ എന്തോരം വ്യത്യാസം ഉണ്ടെന്ന്. ഈ രീതിയിൽ വ്യത്യാസം മെറ്റീരിയലും കാര്യങ്ങളും എല്ലാം മാറുന്ന രീതിയിലേക്ക് ഇത് കുറച്ചും കൂടെ റിനോവേഷൻ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ചാർജ് കൂടുതലായിരിക്കും. ഇത് അത്രയും ചാർജ് വരത്തില്ല. അതാണ് ഇതിലുള്ള വ്യത്യാസം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ ആ സ്ട്രക്ചറുകൾ ഒന്നും മാറ്റാതെ ഇപ്പൊ നമ്മൾ സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ ജനലുകളോ അതിന്റെ പൊസിഷനോ കാര്യങ്ങളോ ഒന്നും മാറ്റാതെയാണ് നമ്മൾ പറയുന്നത്. എന്നിട്ട് നമുക്ക് ഈ രീതിയിൽ ഉള്ളിലുള്ള കാര്യങ്ങൾ മാറ്റുന്ന രീതിയിലാണ് നമ്മൾ. ഇനിയിപ്പോ നമുക്ക് ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും മാറ്റുന്നൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഇത് തന്നെയാണ് നമ്മളിപ്പോ ഒരു കൊടുക്കാൻ പോകണം ഒരു റെന്റിന് കൊടുക്കാൻ പോകുന്ന വിചാരിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസരത്തിലാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ബ്യൂട്ടിഫുൾ റീഡിസൈനിൽ പോയാൽ മതി. എന്നിട്ട് നമുക്ക് സ്ട്രക്ചർ അതേപോലെ തന്നെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ കൊടുത്തേക്കുന്ന ഈ ഒരു ഇമേജിനേക്കാൾ ഇപ്പൊ ചിലപ്പോൾ നമ്മൾ OLX-ലോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് ചിലപ്പം സെയിൽ വെച്ച ആൾക്കാർക്ക് വരാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ടൂൾ. നമുക്കൊന്ന് ഷോ ചെയ്ത് നോക്കാം. ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. ചെറിയ ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുത്തുള്ളൂ. അതാണ് എൻ്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് റീഡിസൈൻ ചെയ്യാന്നുള്ളത്. ഒരു ചെറിയ കളർ ഷെയ്ഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്കാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ രണ്ടെണ്ണമാണ് ശരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പെർഫെക്റ്റും ക്രിയേറ്റീവും. ക്രിയേറ്റീവ് ആണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ളത്. ഇനിയിപ്പോ നമ്മളിപ്പോ ഇതിനകത്ത് വേറെ ചേഞ്ചസ് ഒന്നും വരുന്നില്ല വിചാരിച്ചു. നമ്മളിപ്പോ ഒത്തിരി ചേഞ്ചസ് വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് വെച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോഡേണിലേക്ക് ആക്കണം എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നമുക്കൊരു ഹൈഫൈ ആക്കണം എന്ന് വിചാരിച്ചു. ലക്ഷറി ആണെന്ന് വെച്ചു. അങ്ങനെ നമുക്ക് ആക്കാം. അപ്പൊ നമുക്ക് മോഡേണിലേക്ക് ഒന്ന് ആക്കിയിട്ട് നമുക്ക് നോക്കാം. മോഡേണിലേക്ക് ആക്കിയിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് ക്രിയേറ്റീവ് റിലീസ് എന്ന് കൊടുക്കും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് പറയാം. നമ്മളിപ്പോ ഇതിനകത്ത് ഇപ്പൊ പറഞ്ഞ ഫർണിച്ചറുകളും കാര്യങ്ങളെല്ലാം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ളതായിരിക്കും ഇനി വരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് അങ്ങനത്തെ രീതിയിലേക്ക് കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാം. അങ്ങനെ പല പല ടൂളുകളുണ്ട്. ഇതിനകത്ത് മോഡേൺ മാത്രമല്ല ഉള്ള അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് മോഡേണിലേക്ക് കൊടുത്തിട്ട് പെർഫെക്റ്റ് റെഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് എന്താ വ്യത്യാസം വരുന്നത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ വ്യത്യാസം ഉണ്ടാവും. നേരത്തെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്താതെയാണ് ചെയ്തത്. ഇനിയിപ്പോ നമുക്ക് ഇത് മാറ്റി ചെയ്തു. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ആ ഒരു ഇമേജിനെ നമുക്ക് മാറ്റി മാറ്റി നോക്കിയിട്ട് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഏതാണെന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് ആണ് ഇതിന്റെ പ്രത്യേകത. കണ്ടോ ആ മോഡേണിന് കൊടുത്തപ്പോഴത്തേക്കുള്ള വ്യത്യാസം കണ്ടു. ഈ രീതിയിലേക്ക് വന്നു. പിന്നെ കളർ കുറച്ച് മാറിപ്പോ അല്ലേ. നമുക്ക് കളറിനെ നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ആ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്തി ചെയ്യാം. അപ്പൊ നമുക്കൊന്ന് ഇത് ചെയ്തിട്ട് നമുക്ക് വേറൊരു മോഡൽ നോക്കാം. അത് ജസ്റ്റ് അടുത്തിട്ട് നോക്കാം. ഇങ്ങനെ നമുക്ക് ഓരോരോ മോഡലുകളായിട്ട് നമുക്ക് പരീക്ഷിച്ചിട്ട് നമുക്ക് ഏതാണ് വേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ക്ലയന്റ് നമ്മുടെ കയ്യിൽ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് തന്നെത്താനെ നോക്കാനാണെങ്കിലോ നമുക്കിത് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് നമുക്കിത് നോക്കി 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 നമുക്ക് ഏതാണെന്നുള്ള മനസ്സിലാക്കിയിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് അതിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകാം. ഇനിയിപ്പോ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇപ്പൊ ഇതിനുണ്ടോ അതേ സാധനം തന്നെ ഇതിന്റെ ടോട്ടൽ ഇത് മാറിപ്പോയി. ഈ രീതിയിൽ പല ഷേപ്പിലേക്കും പല രീതിയിലേക്കും നമുക്ക് ആക്കാൻ പറ്റും. നമുക്ക് വലിയ ചേഞ്ചസോ കാര്യങ്ങളോ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൂളായിരിക്കും നമുക്ക് കുറച്ചുകൂടെ. എന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇപ്പൊ ഇതിനകത്ത് തന്നെ ലക്ഷറി കൊടുത്തു, ഇതിനകത്ത് കിച്ചൺ കൊടുത്തു. നമുക്ക് ഇവിടെ ഇതുണ്ട് ഇത് ടിക്ക് മാറും. കാരണം നമ്മുടെ സ്ട്രക്ചർ മാറാൻ പാടില്ലല്ലോ. അപ്പൊ ആ സ്ട്രക്ചർ തന്നെ നിൽക്കുന്ന രീതിയിലേക്ക് ചെയ്യണതാണ് നല്ലത്. സാറിന് നമ്മൾ AI കൊടുക്കാൻ നേരത്ത് സ്ട്രക്ചർ മൊത്തം മാറുന്ന രീതിയിലേക്കാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല. നമ്മൾ കൊടുക്കുന്ന സ്ട്രക്ചറിൽ തന്നെ അത് നിൽക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെ AI ഇത് നമുക്ക് മാറ്റം ചെയ്യാം. വെരി ലോ എന്ന് പറഞ്ഞാൽ AI കുറച്ചേ പണി എടുക്കത്തുള്ളൂ. ലോ എന്ന് പറഞ്ഞാൽ അതിനെക്കാളും കുറച്ചുകൂടെ കൂടുതൽ. മീഡിയം എക്സ്ട്രീം എടുത്തു കഴിഞ്ഞാൽ AI ഇഷ്ടം പോലെ മാറ്റങ്ങളൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്നതാണ് ഇതിന്റെ അർത്ഥം. ഇത് അടുത്ത ഇമേജ്. ഇങ്ങനെ നമുക്ക്
നമ്മൾ കൊടുത്ത ഇമേജിനെ ഇങ്ങനെ ഇങ്ങനെ മാറ്റി 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 നോക്കിയിട്ട് നമുക്ക് ഏതാണെന്നുള്ള എവിടെ എന്ത് ഇനി ഇതിന്റെ വേറൊരു ഗുണം എപ്പോഴാന്ന് വെച്ചാല് നിങ്ങളുടെ നിലവിലുള്ള കിച്ചണ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ഈ രീതിയിലേക്ക് എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താം എന്നുള്ള ജസ്റ്റ് ഈ ടൂളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മതി ഈസി ആയിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. ഇതിന്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പം ആ ഒരു ടൂളിന്റെ അകത്ത് നമ്മൾ മാറ്റങ്ങളൊക്കെ വരുന്ന വിചാരിച്ചു. ഇപ്പൊ ഈ ഏതെങ്കിലും ടൂൾ ഇപ്പൊ ഇതാണെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഇതാണെന്ന് വിചാരിച്ചു. ഇതിനകത്ത് നമ്മൾ ചെയ്തപ്പോഴത്തേക്കും പല പല സാധനങ്ങളുണ്ട്. ഈ സാധനങ്ങൾ എല്ലാം നമുക്ക് ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് മേടിക്കാൻ കിട്ടുന്നത് നമുക്ക് അറിയത്തില്ലെങ്കിൽ അത് മേടിക്കാനുള്ള ഓപ്ഷനും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുത്തു. അത് കറക്റ്റായിട്ട് നമുക്ക് എവിടുന്നാണിത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എവിടുന്നാണ് കിട്ടണത് അതുപോലെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിക്കും. ഇതിന്റെ പെയിന്റ് മാറ്റണം എന്നുണ്ടെങ്കിൽ പെയിന്റ് നമുക്ക് മാറ്റാൻ പറ്റും. ഈ പെയിന്റ് വിഷ്വലൈസേഷനിൽ പോയിട്ട് നമുക്ക് ആ ഏത് കളറാണ് വേണ്ടതെന്നുള്ള ജസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ പെയിന്റ് മാറ്റാം. അതുകൂടാതെ അതിന്റെ മെറ്റീരിയൽ മാറ്റണമെങ്കിൽ മെറ്റീരിയൽ മാറ്റാം. അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വാളിന്റെ കളർ നമുക്ക് ഏതെങ്കിലും കളർ നമുക്ക് വേണമെന്ന് വിചാരിച്ചു. ഇപ്പൊ ജസ്റ്റ് ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഒരു ഇത് കാണിക്കുകയാണ്. നമുക്ക് കസ്റ്റം പെയിന്റ് ഉണ്ടെങ്കിൽ കസ്റ്റം പെയിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. അല്ലാതെ നമുക്ക് നമ്മുടെ നെറ്റിൽ നിന്ന് കിട്ടിയേക്കണ ഇപ്പൊ ഒരു ഷോപ്പിൽ പോയിട്ട് നമ്മൾ എടുക്കുവാണെന്ന് വിചാരിച്ചു. അപ്പൊ ഷോപ്പിൽ പോയി എടുക്കാൻ നേരത്ത് അവരുടെ ആ കളർ പെയിന്റ് ഉണ്ടെങ്കിൽ ആ കളർ പെയിന്റ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അങ്ങനെ വേണം ചെയ്യാം. അല്ല നമുക്ക് നെറ്റിൽ ഒരു പെയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നെറ്റിൽ നിന്ന് നമുക്ക് എടുക്കുന്ന പെയിന്റ് എടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ ജസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ അത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ പെയിന്റ് നമുക്ക് മാറുന്ന രീതിയിൽ ഇതണ്ട. ഇപ്പൊ നമ്മൾ കൊടുത്തത് ഇതായിരുന്നു. ഈ കളറും കൊടുത്തപ്പോഴത്തേക്കും അതിന്റെ വന്നുണ്ടോ ഈ രീതിയിലേക്ക് വന്നു. അപ്പൊ നമുക്ക് ഈ പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഇത് ഏകദേശം എങ്ങനെയാണ് വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോ നമുക്ക് ഇതിനകത്ത് മെറ്റീരിയൽ മാറണം എന്ന് വിചാരിച്ചു. അത് നമുക്ക് പറ്റും. മെറ്റീരിയൽ മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ പോയിട്ട് നേരെ എഡിറ്റ് എടുക്കുക. എന്നിട്ട് മെറ്റീരിയൽ സ്വാപ്പിൽ പോയിട്ട് മെറ്റീരിയൽ നമുക്ക് മാറ്റാം. ഇപ്പൊ ഏതെങ്കിലും ഇത് മാറണം എന്ന് വിചാരിച്ചു. ഇതിന്റെ ആണ് നമുക്ക് മാറണമെങ്കിൽ ജസ്റ്റ് കൊടുക്കുക. നമ്മുടെ അടുത്ത് തെറ്റിപ്പോയെങ്കിൽ നേരെ മാനുവലി പോയിട്ട് നമുക്ക് മാറ്റാൻ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലേക്ക് എഡിറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. എങ്ങാനും നമ്മുടെ അടുത്ത് കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ നമുക്ക് വേണ്ടാത്ത ഭാഗങ്ങൾ നമുക്ക് കളഞ്ഞിട്ട് നമുക്ക് അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നിട്ട് ഇപ്പൊ നമുക്ക് ഏത് സാധനമാണ് മെറ്റീരിയലാണ് ഇടേണ്ടതെന്നുള്ളത് ആ മെറ്റീരിയൽ നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഇത് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലായിട്ട് ഇത് വരും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ നമുക്ക് ഇതിന് റെഡ് കളറുള്ള ഒരു മെറ്റീരിയലാണ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് റെഡ് കളറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാം ഏത് മെറ്റീരിയലാണെന്നുള്ളത്. ജനറേറ്റ് ന്യൂഡിൽസ് എന്ന് കൊടുത്താൽ മതി. നമ്മൾ ഇത് നമുക്ക് സൂം ചെയ്ത് കൃത്യമാക്കിയിട്ട് നമുക്ക് ചെയ്യാമായിരുന്നു കേട്ടോ. കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതാണ് നമുക്ക് ക്ലാരിറ്റി ഉള്ളത് വെച്ചാൽ അതേ രീതിയിൽ നമുക്ക് ചെയ്യാം. കളർ മാറ്റാം, മെറ്റീരിയൽ മാറ്റാം, എല്ലാ സാധനങ്ങളും നമുക്ക് അത് ചേഞ്ച് ചെയ്യാം. നമുക്ക് ഷോ ചെയ്ത് നോക്കാം. കണ്ടോ നമ്മൾ കൊടുത്ത ആ മെറ്റീരിയൽ മാറുകയുണ്ടോ, കളർ മാറുകയുണ്ടോ. അപ്പൊ ആ രീതിയിലേക്ക് നമുക്ക് മെറ്റീരിയലും കളർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമുക്ക് നോക്കിയിട്ട് നമുക്ക് മാറാൻ പറ്റും. ഓക്കെ, അതാണ് എൻ്റെ പ്രശ്നം. ഈ റെഡ് കളറാണ് നമ്മൾ കൊടുത്തത്, അത് വന്നതാണ് അതേ കളർ വന്നു. അപ്പൊ ഈ രീതിയിൽ നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ. ഇനിയിപ്പോ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. അതായത് ഇപ്പം നിങ്ങൾ നിങ്ങളുടെ നിലവിലുള്ള പണിതുകൊണ്ടിരിക്കുന്ന വീട്ടിൽ പോയപ്പോഴത്തേക്കും അതിന്റെ ഫോട്ടോ എടുക്കും. ആ ഫോട്ടോ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. അപ്പൊ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതേപോലെ ചിലപ്പോൾ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം കാണും. ഇത് ഏത് റൂമാണെന്ന് പറഞ്ഞാലും ആ റൂമിന് പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും എങ്ങനെ വരും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഓക്കെ ജസ്റ്റ് നോക്കാം. ഇതിപ്പോ ഏത് റൂമാണെന്നുള്ളതാണ് ഫസ്റ്റ് ബെഡ്റൂം ആണ്. ഒരു എം ടി റൂം ആയതുകൊണ്ട് നമുക്ക് ഏതുകൊണ്ട് കൊടുക്കാം. ഇപ്പൊ ഞാനിപ്പോൾ ജസ്റ്റ് ബെഡ്റൂം ആണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കിച്ചൺ ആണ് കൊടുക്കുന്നത്. ഏതുകൊണ്ട് നമുക്ക് കൊടുക്കാം. നമ്മൾ കിച്ചൺ എത്ര തരം പറഞ്ഞിട്ട് അതുകൊണ്ട് കിച്ചൺ തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്കത് ഏത് ഇതാണെന്നാണ് കൊടുക്കേണ്ടത്, മോഡേണോ അല്ലെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക്. എന്നിട്ട് നമ്മളിവിടെ പെർഫെക്റ്റ് റെഡ്യൂസനോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് റെഡ്യൂസനോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കും. ഇത് പല രീതിയിൽ നമുക്കത് ജനറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത് എങ്ങനെയാണ് ഇതിന്റെ വേരിയേഷൻ വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. നമുക്കൊന്ന് പെർഫെക്റ്റ് റെഡ്യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതേപോലെ പണി നടന്നുകൊണ്ടിരിക്കുന്നു വിചാരിച്ചു. ആ സൈറ്റിൽ പോയിട്ട് നമ്മൾ അതിന്റെ ഫോട്ടോ എടുക്കുന്നു. ആ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഇന്റീരിയൽ കിച്ചൺ ആണെങ്കിൽ കിച്ചണ്, മോഡേൺ എന്നുള്ളത് നമുക്ക് മാറ്റണമെങ്കിൽ മാറ്റാം. പെർഫെക്റ്റ് റെഡ്യൂസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് അത് ജനറേറ്റ് കൊടുക്കും. അപ്പൊ ഇത് എങ്ങനെയാണ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റിൽ പോയിട്ട് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്നത് ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ ആണെങ്കിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏതൊക്കെ രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുമോ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ വില്ല പോലുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇത് കാണിച്ചിട്ട് ക്ലയന്റിനെ അട്രാക്ട് ചെയ്യാൻ പാടാം. അതേസമയം നമ്മൾ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ ഇത് വരാൻ പോകുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്താൽ ജസ്റ്റ് ഒന്ന് ഷോ ചെയ്യാം. ഈ ഒരു സാധനം കണ്ടോ, അതിന്റെ ഡോറുകൾ മാറുന്നില്ല, വിൻഡോ മാറുന്നില്ല, കണ്ടോ. ഇത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ ഈ രീതിയിലാണ് വരുന്നത് എന്നുള്ളതാണെങ്കിൽ ഇപ്പൊ ആവശ്യമില്ലാത്ത സാധനങ്ങളുണ്ട്. ഇത് പൈപ്പും കാര്യങ്ങളൊക്കെ അതേപോലെ വന്നു. ആണ് കണ്ടത് കൊടുത്തേണ്ട സാധനങ്ങളെല്ലാം അതേപോലെ തന്നെ എടുത്ത് മാർക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. കണ്ടോ, എഡിറ്റ് കൊടുത്തിട്ട് നമുക്ക് ഫർണിച്ചർ റിമൂവൽ കൊടുക്കാം. ഫർണിച്ചർ റിമൂവൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നമുക്ക് എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് പോയിട്ട് നമുക്ക് ഫർണിച്ചർ റിമൂവ് കൊടുക്കാൻ നേരത്ത് നമുക്ക് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയാം. ആ അതിനകത്ത് വന്നപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. നമുക്ക് ഈ സ്റ്റൂള് അല്ലെങ്കിൽ ഇത് നമുക്ക് വേണ്ടത് ഇതേപോലെ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് കളയാൻ പറ്റും. ഇത് തന്നെ നമുക്ക് ഫസ്റ്റിലെ തന്നെ നമുക്ക്
എം ടി ആക്കാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇനി അതല്ല നമുക്ക് മാജിക് ടൂൾ എന്ന് പറഞ്ഞ ടൂൾ ഉണ്ട്. ആ ടൂൾ വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും പറ്റും. ഇതാണ്ട നമ്മൾ നേരത്തെ കിടന്ന ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ കാണും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏത് റൂമിനെയും നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ആക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു കളർ തീം വേണ്ടായിരുന്നു. നമ്മൾ നേരത്തെ നമ്മളൊരു ട്രഡീഷണൽ ആയിട്ട് എടുത്തില്ലേ, ആ ഒരു കളർ തീമാണ് നമുക്ക് വേണ്ടതെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് നമുക്ക് ഡിസൈൻ ട്രാൻസ്ഫറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്ത നമ്മുടെ കളർ തീം ഉണ്ടല്ലോ, പണ്ടത്തെ അടുക്കള, ആ കളർ തീമാണ് നമുക്ക് വേണ്ടെങ്കിൽ ആ കളർ തീം അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി. ഇതായിരുന്നു നമ്മുടെയൊക്കെ വേണ്ട കളർ തീം എന്ന് വെച്ചു. ഇതാണ് നല്ല കളർ തീം, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനത്തെ ആണ് വേണ്ടെങ്കിൽ അതേപോലെ കളർ തീം കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ കളർ വരുന്ന രീതിയിലേക്കുള്ളത്. ഇതിന്റെ കൂടെ എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഏതെങ്കിലും സ്ഥലത്തെ കിച്ചണോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിന്റെ കളറും കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ നേരെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ പിൻട്രസ്റ്റ് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നേരെ സേവ് ചെയ്തിടുക. സേവ് ചെയ്തിട്ട് നേരെ ഇവിടെ പോയിട്ട് നമുക്ക് നേരെ ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിലവിലുള്ളതിന് കളർ നമുക്ക് അതിലേക്ക് മാറ്റാൻ പറ്റും. കണ്ടോ, കളർ തീം മാറിയുണ്ട്. ആ റെഡും കാര്യങ്ങളും വന്ന പോലെ ഉണ്ടോ, അതിന് കളർ മാറിയുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കളർ മാറ്റാൻ പറ്റും. ഇതിന്റെ ടൈൽ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. ഇനിയിപ്പോൾ ടൈല് മാറണമെങ്കിൽ ടൈല് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പെയിന്റിന്റെ കളർ മാറണമെങ്കിൽ പെയിന്റിന്റെ കളർ മാറ്റാം. അങ്ങനെ പല രീതിയിലുണ്ട്. ഇനിയിപ്പോൾ ഇതിന്റെ വീഡിയോ കാണണമെങ്കിലോ, ഇത് നമുക്ക് ഇതിന്റെ കുറച്ചുകൂടെ വീഡിയോ കാണണമെങ്കിലോ വീഡിയോ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും ഇതിന്റെ. ഇനിയിപ്പോൾ വേറൊരു ടൂൾ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എം ഡി ആയിട്ടുള്ള നമ്മുടെ റൂം ഉണ്ടല്ലോ, ഈ എം ഡി ആയിട്ടുള്ള റൂം, ഇതിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എന്താണ് ആക്കേണ്ടതെന്നുള്ളത് കൊടുത്താൽ മതി. ഇതൊക്കെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കണ്ടോ, ആ മാറ്റം കണ്ടോ എന്താ വരേണ്ടത്. ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തോളൂ. ആ ഡോറോ വിൻഡോസോ ഒന്നും മാറ്റങ്ങൾ വരുത്താതെ അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വന്നുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അടി. പിന്നെ അത് ആ ടൈല് റെഡി ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ടൈല് റെഡി ആക്കണമെങ്കിൽ അവിടെ നേരെ കണ്ടിന്യൂ എഡിറ്റിൻ്റെ അത് പോയിട്ട് നമുക്ക് എന്താണ് നമുക്ക് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞാൽ മതി. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാലും അതനുസരിച്ച് അത് വർക്കൗട്ട് ആവുന്ന രീതിയിലേക്ക് ചെയ്ത്. ഇപ്പോൾ ടൈല് റെഡി ആയിട്ടില്ല, നമുക്ക് ടൈലിൻ്റെ പ്രോംപ്റ്റ് കൊടുക്കും. അപ്പൊ ഇങ്ങനെ പല പല രീതിയിൽ ചെയ്യുന്ന പല പല ടൂളുണ്ട്. ഇപ്പോൾ ഒരു ടൂളല്ല, ഇതേപോലത്തെ പല പല ടൂളുകൾ പല പല പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ടൂൾ. അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്മൾ കോഴ്സ് രൂപത്തിൽ റെക്കോർഡ് ക്ലാസ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താങ്ക് യു. നമ്മളിപ്പോൾ എല്ലാ ഇമേജസും ഇതേപോലെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് കണ്ടതിന് ശേഷം നമുക്ക് വേണ്ട ഏതൊക്കെയാണെന്നുള്ള ഫയലിലാക്കുക. ഫയലിലാക്കിയിട്ട് ജസ്റ്റ് നമുക്ക് അതിന്റെ HD ആക്കണമെങ്കിൽ ഇവിടെ HD എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതല്ല നമുക്ക് വീഡിയോ ആക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എസ്റ്റിമേറ്റർ വേണമെങ്കിൽ എസ്റ്റിമേറ്റർ ചെയ്യാം. പല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. ഇപ്പൊ നമുക്കൊരു വീഡിയോ ആക്കി നോക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, വീഡിയോ ആക്കുക. എന്നിട്ട് നമുക്ക് ഏതാണ് റൊട്ടേറ്റ് ക്ലോക്ക് വൈസ് ഉണ്ട്, കൗണ്ടർ ക്ലോക്ക് വൈസ് ഉണ്ട്, ഫുൾ ബാക്ക് ഉണ്ട്, സൂം ഇൻ ഉണ്ട്, സൂം ഔട്ട് ഉണ്ട്, അങ്ങനെ പാൻ ലെഫ്റ്റ് ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതിനകത്ത് വേറെ തടസ്സങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒറ്റ ക്ലിക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഓക്കെ, ഇപ്പൊ ഇവിടെ വീഡിയോ ആയിട്ടുണ്ട്. ജസ്റ്റ് നമ്മളൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ്ടോ, നമ്മൾ കൊടുക്കാത്ത ആ വ്യൂ വരെ അതിൻ്റെ അകത്ത് കയറി വന്നു. AI ഉപയോഗിച്ചിട്ട് അപ്പുറത്തോടെ ജനറേറ്റ് ചെയ്ത് വന്നു. ആണ് ഇതിന്റെ പ്രത്യേകത. ഇനിയിപ്പോൾ നമുക്ക് വേറെ വ്യൂ വേണമെങ്കിൽ വേറെ വ്യൂ ചെയ്യാം. ഇപ്പൊ പാൻ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആണ് ചെയ്തത്. നമുക്ക് പാൻ ഡൗൺ ചെയ്യാം, പാൻ അപ്പ് ചെയ്യാം, മുകളിലേക്ക് ചെയ്യാം, താഴത്തേക്ക് ചെയ്യാം, ഇത് ഫുൾ ബാക്ക് ചെയ്യാം. അങ്ങനെ പലതും നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് നോക്കിയിട്ട് അത് നമുക്ക് ക്ലയന്റിന് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെത്താനെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ക്യാമറമാൻ പോകുന്ന പോലത്തെ ഇതിലേക്ക് നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഡിഷ്. അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് കുറച്ചും കൂടെ നമ്മൾ പോകുന്ന രീതിയിലേക്കുള്ള, ഇങ്ങനെ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വേണോ അതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ജസ്റ്റ് വീഡിയോ ക്ലിക്ക് ചെയ്യുക. ഇത് നമുക്കിതിനകത്ത് ഏത് വ്യൂ ആണ് കണ്ടോ, നമ്മൾ ചെയ്തേക്കുന്ന വ്യൂയുടെ കൂടെ കിടപ്പുണ്ട്. ഏത് വ്യൂ ആണ് നമുക്ക് വേണ്ടത് നോക്കുക, അത് ചെയ്യുക എന്നുള്ള മാത്രമേ ഉള്ളൂ. നമുക്ക് റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ആണെങ്കിൽ ഇവിടെ ജസ്റ്റ് റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് ഒറ്റ ക്ലിക്ക്, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരും. ഇതെല്ലാം ഇന്റർനെറ്റ് സ്പീഡും നമ്മുടെ കമ്പ്യൂട്ടറിനും മാത്രം ഡിപ്പെൻഡ് ചെയ്തേക്കണം. അല്ലാതെ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സോഫ്റ്റ്വെയറിന്റെ സ്പീഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു. നമുക്ക് ആ വീഡിയോ കൂടെ കണ്ടുപോകാം. അപ്പോൾ നമുക്ക് ഏതൊക്കെ വ്യൂസ് കിട്ടിയെന്ന് നോക്കിയാൽ മതി ഒരേ സാധനത്തിനാണ്. അപ്പോൾ നമ്മളടുത്തത് ിലുള്ള ഇമേജ് രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിലൊന്നും വാട്ടർമാർക്കോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളോ കാര്യങ്ങളൊന്നും, കൊമേഴ്ഷ്യൽ ലൈസൻസ് ആണ് ഇത് ഉപയോഗിക്കുന്നതിനകത്ത്. നേരത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം.